അധിക തീരുവയിൽ ചൈനയ്ക്ക് സാവകാശം അനുവദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. ചർച്ചകൾ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. നിലവിൽ US ഉൽപ്പന്നങ്ങൾക്ക് ചൈന 10% തീരുവ ചുമത്തുന്നത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ഈ ഇന്ത്യയോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളും കാര്യങ്ങളുമാണ്. പക്ഷേ ചൈനയോടും പാകിസ്ഥാനോടും കുറച്ചൊരു അയഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ട്രംപിന്റെ നീക്കം. അതിന്റെ ഒരു പ്രതിഫലം കൂടിയാണോ, അനുരണനം കൂടിയാണോ ഈ കാണുന്നത്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. സ്മിത പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്തെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ തീരുവ യുദ്ധം വലിയ തോതിൽ ഇരു രാജ്യങ്ങളെ ബാധിക്കും. ഇതിലെല്ലാം നമ്മൾ മറന്നുപോകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റഷ്യ ആയാലും ചൈന ആയാലും അമേരിക്കയും ഈ രാജ്യങ്ങളും തമ്മിൽ ഡിപ്പെൻഡബിൾ പ്രോഡക്ട്സ് ആണ് ഇവിടെ വരുന്നത്. പരസ്പരം ആശ്രയിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ രണ്ട് രാജ്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ ആ മേഖലയിലും ഒക്കെ ഉള്ളത് വളരെ ആവശ്യമാണ്. അപ്പൊ തന്നെ ഇപ്പോൾ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അവധിക്കാലമാണ്. അവധിക്കാലത്തിന്റെ അവസാന സ്റ്റേജിലാണ് ഈ കച്ചവടക്കാർ തയ്യാറെടുക്കുമ്പോഴാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. ചൈനയുടെ താരിഫ് ഉടമ്പടി 90 ദിവസത്തേക്കും കൂടി ഇത് നീട്ടിവെച്ചതായിട്ടാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്നത്. ഏതാണ്ട് നവംബർ പകുതിയോളം ആകും ഈ കാലാവധി. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കഴിഞ്ഞ മാസം ചൈനയെ ശരിക്കും ഒരു ഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ പറഞ്ഞിരുന്നു, റഷ്യൻ എണ്ണ വാങ്ങിച്ചാൽ തീരുവ ഉയർത്തുമെന്ന്. അതുമാത്രമല്ല, നിയമപ്രകാരം US പ്രസിഡന്റിന് 500% വരെ തീരുവ ഉയർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ചൈനയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഞായറാഴ്ചയായിരുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സോയാബീൻസ് വാങ്ങുന്നത് 4 ഇരട്ടിയാക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് ചൈന സമ്മതിച്ചോ എന്നൊന്നും വ്യക്തമല്ല. നവംബർ ആദ്യം ഇവരെ ഈ കാലാവധി നീട്ടിയിരിക്കുന്നതിനാൽ ക്രിസ്മസ് സീസണിലാണ് ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, അതുപോലെ വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ ഇവയൊക്കെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇറക്കുമതിയിൽ വലിയ വർധനയുള്ളത് കൊണ്ട് ഇത് വളരെ നിർണായകമായിരിക്കും രണ്ട് രാജ്യങ്ങൾക്കും. ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് 145% തീരുവ ചുമത്തുന്നതാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഈ വ്യാപാര യുദ്ധത്തിൽ ചൈന തിരിച്ച് ഏർപ്പെടുത്തിയ തീരുവ 125% എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്നാണ് ഇന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത്. അത് മാത്രമല്ല, ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായിട്ടുള്ള തന്റെ നല്ല ബന്ധത്തെ പറ്റി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വർഷം അവസാനം ഷി ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ രണ്ട് രാജ്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന് വഴി ഒരുങ്ങുന്നതായിരിക്കും ഒരുപക്ഷെ ഈ ചൈനയുമായിട്ടുള്ള ഒരു വ്യാപാര ഉടമ്പടി അമേരിക്കയുടെ. സ്മിത, ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചൈനയ്ക്ക് 3 മാസത്തെ കൂടി കാലാവധി അനുവദിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ 30% തീരുവ, അത് 3 മാസത്തേക്ക് കൂടി അത് അങ്ങനെ തന്നെ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.